മുഖ്യമന്ത്രി വിവാദങ്ങൾക്കിടെ വി.ഡി. സതീശനായി എറണാകുളത്ത് കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. UDF ജയിക്കും, വി.ഡി. സതീശൻ നയിക്കും. ഈ പേരിലാണ് ഫ്ലെക്സ്. ആലുവ നഗരത്തിൽ UDFന്റെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. സെയ്ഫുനിസ അലിയാർ വിവരങ്ങളുമായി ചേരുന്നു. സെയ്ഫുനിസ, ഗുഡ് മോർണിംഗ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ആരാകും എന്ന പേരിൽ ചർച്ചകൾ നടക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടക്കുന്നു. നേതാക്കളെ ഓരോ ടീമും അധിക്ഷേപിക്കാനും പുകഴ്ത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വി.ഡി. സതീശന് വേണ്ടിയുള്ള ഫ്ലെക്സ് ബോർഡ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. തീർച്ചയായും മുഖ്യമന്ത്രി ചർച്ചകൾ UDFൽ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ തന്നെ നാടായ എറണാകുളം ജില്ലയിൽ ഒരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ വലിയ ഫ്ലെക്സ് ബോർഡാണ് ഇന്നലെ രാവിലെ മുതൽ ഇവിടെ പ്രത്യക്ഷമായത്. ഈ ഭാഗത്തൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പോയവർക്ക്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും പോയവർക്ക് കാണാൻ കഴിയാത്തൊരു ഫ്ലെക്സ് ആണ് ഇപ്പോൾ ഇന്നലെ രാവിലെ മുതൽ ഇവിടെ കാണാനാകുന്നത്. ഇന്ന് അത് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് അറിയാൻ സാധിച്ചത് മിനിഞ്ഞാന്ന് രാത്രിയോ മറ്റോ ആണിത് ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് ഇത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ പറയുന്ന മിനിഞ്ഞാന്ന് പകലൊന്നും ഉണ്ടായിരുന്ന ഇതല്ല ഈ ഫ്ലെക്സ്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ പരിഗണിക്കണം എന്ന രീതിയിലേക്കുള്ള ഫ്ലെക്സുകളൊന്നും നമ്മൾ എറണാകുളത്ത് ഇതുവരെ കണ്ടിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ നാട് തന്നെയാണത്. ഇവിടെ DCCയുടെ ഒക്കെ വി.ഡി. സതീശന് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് DCC പ്രസിഡന്റായിട്ട് നിൽക്കുന്ന മുഹമ്മദ് ഷിയാസ് ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിൽ അത്തരം പ്രചാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കണ്ണൂരും മലപ്പുറത്തൊക്കെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. എന്തായാലും അതിന് സമാനം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സ് ആണ് എറണാകുളത്ത് ഇപ്പോൾ ഉള്ളത്. കാരണം അത് വലിയൊരു ഫ്ലെക്സ് ആണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ എത്രത്തോളം അത് വലുതാണെന്ന് തോന്നുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും നല്ല വലിയൊരു ഫ്ലെക്സ് ആണ്. അടുത്തൊരു ബസ് KSRTC ബസ്സൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം അറിയാൻ പറ്റും ആ ഒരു ബസ്സിനേക്കാളും വലിപ്പത്തിലുള്ള വലിയൊരു ഫ്ലെക്സ് ആണ്. അപ്പോൾ ആ രീതിയിൽ വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ച് വി.ഡി. സതീശൻ ഇനി നയിക്കട്ടെ എന്നാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സുകാരാണ് ഇത് വെച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും UDFന്റെ പേരിലാണ് ഈ ഫ്ലെക്സ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രദേശത്തുള്ള ആളുകളൊന്നും ഇങ്ങനെ ഒരു ഫ്ലെക്സ് പെട്ടെന്ന് വന്നത് അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാവിലെ മുതലാണ് ഈ വഴിയിലൂടെ പോയ ആളുകളൊക്കെ തന്നെ ഇങ്ങനെ ഒരു ഫ്ലെക്സ് കാണുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് വരാത്ത ഫ്ലെക്സ് ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായിരിക്കെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വി.ഡി. സതീശനാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഈ മുഖ്യമന്ത്രി ചർച്ചകളിൽ കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്താതെ അത് സോഷ്യൽ മീഡിയയിൽ അണികൾ നടത്തുന്നതാണ്. അത് ആ രീതിയിൽ പോകട്ടെ എന്ന രീതിയിൽ അവർ പ്രതികരിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ അത് വലിയ രൂക്ഷമായ ചർച്ചകളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അതിനപ്പുറത്തേക്ക് നേതാക്കളാണെങ്കിൽ പോലും അവർ അവരുടേതായ ഡോക്യുമെൻ്ററിയും ഒപ്പം തന്നെ റീൽസും ഒക്കെ പുസ്തകങ്ങളൊക്കെ ആയിട്ട് അവരും ഒരു രീതിയിൽ കുറച്ചുകൂടി ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. എന്തായാലും അതിനിടെയാണ് ഇത്രയും വലിയൊരു ഫ്ലെക്സ് എറണാകുളം നഗരത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും ആലുവ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ നാട് കൂടിയാണ്. അതായത് പ്രതിപക്ഷ നേതാവ് കുടുംബസമേതം താമസിക്കുന്ന ആലുവ ദേശത്താണ്. എന്തായാലും അവിടെ നിന്ന് വലിയ ദൂരമില്ലാത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ ഈ രീതിയിൽ ഒരു ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത്. ചെയ്തു. ഓക്കെ, ശരി. അപ്പം പ്രതിപക്ഷ നേതാവിന് വേണ്ടി ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ സെയ്ഫുനിസ അലിയാർ.